ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവുകൾ, അതേപോലെ പപ്പീസുകൾ, പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പ്രാവുകൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഷൊർണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകൾ പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറൊക്കെ 200 രൂപ നാടൻ പ്രാവുകൾ. അപ്പോൾ കുറച്ചധികം പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെയിൽ മാർക്ക് ഫാൻറ്റയിൽ ബ്രീഡിംഗ് ഫീമെയിലാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 800 രൂപയാണ്. ഈ ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ബ്രീഡിംഗ് ഫീമെയിൽ നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പറവ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്കൻ വന്നിരിക്കുന്നത് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 10 മണിക്കൂർ പറന്നിട്ടുള്ള പറവയാണ് വന്നിരിക്കുന്നത്. 10 മണിക്കൂർ പറന്ന നല്ല അടിപൊളി പറവയാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്ക് 1000 രൂപ. അതേപോലെ അവിടെ പറവകൾ കൊടുക്കാനുണ്ട്, നാടൻ പ്രാവുകൾ കൊടുക്കാനുണ്ട്, ഫാൻറ്റെയിലുണ്ട്, ഹോമറുണ്ട്. ഹോമർ വന്നിരിക്കുന്നത് 300 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫാൻറ്റെയിലും 300 രൂപ. ഫസ്റ്റത്തെ ടൈൽ മാർക്ക് ബ്രീഡിങ് ഫീമെയിൽ മാത്രമാണ് 800 രൂപ ചോദിക്കുന്നത് ഫാൻറ്റെയിൽ. ഈ ഫാൻറ്റെയിൽ വന്നിട്ട് 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകളെല്ലാതും ഒരുമിച്ച് എടുക്കണമെങ്കിൽ 1500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഹോമറിൻ്റെ ഒരു ഹോമറാണ് വന്നിരിക്കുന്നത്. 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 1500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് അടുത്തൊരു ബ്രീഡറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ആണ് കാറ്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിലും ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. ഡോൾ ഫേസിൻ്റെ 2500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. മെയിൽസും ഫീമെയിൽസും ഉണ്ട്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് കാറ്റുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമുക്ക് പ്രാവ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആൽമണ്ട് ഫാൻറ്റെയിലിൻ്റെ ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഫാൻറ്റെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1000 രൂപ റേറ്റ് ചോദിക്കുന്നുള്ളൂ അവർ. പാലക്കാട് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരു സെമി അഡൽട്ട് ലോറി കിറ്റാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ നേപ്പിഡ് ലോറി കിറ്റാണ് വന്നിരിക്കുന്നത്. ഫീമെയിലാണ്. 6 മാസം പ്രായമായത് വിത്ത് DNA ഉള്ളതാണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 20500 രൂപയാണ് ഈ ലോറി കിറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ വിത്ത് DNA ഉള്ള ഫീമെയിൽ കൺഫേം ഫീമെയിൽ ആയിട്ടുള്ള ലോറി കിറ്റിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആലപ്പുഴയുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. സിറാസിൻ്റെ നല്ല അടിപൊളി ബ്രീഡിംഗ് നല്ല പെയറുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 3 ജോഡി പെയറുകൾ കൊടുക്കാനുണ്ട്. ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1500 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത്. സിറാസിൻ്റെ 1500 രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 3 പേര് കൊടുക്കാനുണ്ട് സിറാസുകൾ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബേഡുകളെല്ലാതും. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത്. 1500 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെയും റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബർപ്പൻസ് ആണ്. ബർപ്പൻസ് ഒരു 3 പെയർ കൊടുക്കാനുണ്ട്. പെയറിൻ്റെ റേറ്റ് 800 രൂപയാണ് ചോദിക്കുന്നത്. നല്ല ക്യാപ്പ് ക്വാളിറ്റിയും നല്ല ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ബർപ്പൻസാണ് വന്നിരിക്കുന്നത്. പെയറിന് 800 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ.
അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ 2 മെയിലുകളാണ്, മെയിൽസാണ് വന്നിരിക്കുന്നത്. രണ്ട് മെയിലുകൾ കൂടി 1400 രൂപയാണ് കിങ്ങിൻ്റെ 2 കൂടി ചോദിക്കുന്നത്. രണ്ടും മെയിൽസാണ് വന്നിരിക്കുന്നത്. 1400 രൂപ 2 കൂടി. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് അവളുടെ ഒരു 3 കള്ളിയായിട്ടുള്ള ചിക്കന്. ഇതിന് 500 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പേരൻസ് വന്നിരിക്കുന്നത് ഇൻഡിഗോ കളറൊക്കെയാണ് പേരൻസ് വന്നിരിക്കുന്നത്. ചൈനീസ് അവളുടെ 3 കള്ളിയായി ചിക്ക് 500 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബേഡിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പർ ആയിട്ട് സെൻറ്ററിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഒരു ഫീമെയിലാണ്. 4 മാസം പ്രായമുള്ളത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഡോബർമാൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്നത് വെറും 6500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഫാദറും മദറും വന്നിരിക്കുന്നത് അമേരിക്കനും ഒരെണ്ണം വന്നിരിക്കുന്നത് യൂറോപ്യനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 മാസം പ്രായമായത് 6500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ ഫീമെയിൽ ഡോബർമാൻ്റെ പപ്പി. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോക്ടെയിൽസ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഗ്രേ കളറ് പേളിൻ്റെ ആണ് ചിക്കായിട്ട് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ കോക്ടെയിലിനൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലൊക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് ടേംഡായിട്ട് വരുന്നതായിരിക്കും. ടേംഡായിട്ട് ആക്കിയെടുക്കാൻ പറ്റിയ പ്രായമാണിത്. അതേപോലെ തന്നെ ആൽബിനോ മെയില് വന്നിരിക്കുന്നത് 1700 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അഡൾട്ട് ലുട്ടിനോ ചോദിക്കുന്നത് 1800 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ കോക്ടെയിൽസ് അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ലൊക്കേഷൻ. 1 വർഷം പ്രായമുള്ള ഒരു പൈനാപ്പിൾ കൊണ്ടുവരുന്ന ഒരു പെയറാണ് വന്നിരിക്കുന്നത്. DNA ഇല്ല. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എടവനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ കൊനൂറിൻ്റെ 1 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഈ പെയറിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാനാണ്. 5000 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഡയമണ്ട് ഡവുകൾ അതുപോലെ മറ്റ് പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തുറക്കുന്നുണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി പ്രാവുകൾ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഡയമണ്ട് ഡവുകളാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലാണ്. 20ഓളം ഇത് കൊടുക്കാനുണ്ട്. അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത്. സെമി അഡൽട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെയറിന് 900 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. പെയറിന് 900 രൂപയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡയമണ്ട് ഡവൊക്കെ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ മറ്റു പ്രാവുകളായാലും നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവുകളൊക്കെ ഇവിടെ സെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി 2 മുദീനയുടെ മെയിൽസാണ് വന്നിരിക്കുന്നത്. ഈ 2 മെയിൽസ് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളറ് മുദീനയുടെ മെയിൽസ് 1000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് ഹിപ്പിയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റി ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയർ 1300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. പെയറിൻ്റെ റേറ്റ് 1300 രൂപ. വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ഓഫറുകളൊക്കെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഫാൻഡെയിൽസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ 1300 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ഫാൻഡെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്ന അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റി ഒക്കെ ഉള്ള പെയർ 1300 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ പെയറിൻ്റെയും ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1300 തന്നെയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്.
അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പൗഡറും ഒരു ഫാൻറ്റയിലാണ് വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഈ രണ്ടെണ്ണത്തിന് കൂടി റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത്. പൗഡറും സീറോ കൊള്ളി പൗഡറാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫാൻറ്റയിലും 1500 രൂപ. അടുത്തായിട്ട് അവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സാറ്റിൻ്റെ ഒരു 8 കള്ളിയായിട്ടുള്ളൊരു പെയറാണ് വന്നിരിക്കുന്നത്. ആൽമണ്ട് കളർ സാറ്റിൻ്റെ 8 കള്ളിയായിട്ടുള്ളൊരു പെയർ. ഇതിനവർ ചോദിക്കുന്നത് 1500 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 8 കള്ളിയായിട്ടുള്ള പെയറാണ് വന്നിരിക്കുന്നത്. അതേപോലെ അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ജംബോ സൈസ് ഫാൻറ്റയിലിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ജംബോ സൈസ് ഫാൻറ്റയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല ടൈൽ സൈസുള്ള നല്ല സൈസുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ജംബോ സൈസ് 3000 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 33ഓളം ബേഡുകളുണ്ട്. 33ഓളം ബേഡുകളുണ്ട്. അതിൽ പെയറിന് അവർ 500 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ബേഡുകൾ ഷോർട്ട് ഫേസ് ഇനി കാണുന്ന ഒക്കെ ബൾക്ക് സെയിലാണ് അവർ ചോദിക്കുന്നത്. പെയറിന് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ബേഡുകളാണ് വന്നിരിക്കുന്നത്. സാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ഫേസ് ഉണ്ട്, മുദീന ഉണ്ട്. അപ്പോൾ ഈ ബേഡുകളൊക്കെ 500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 33ഓളം ബേഡുകളുണ്ട് സെയിലിനായിട്ട്. ബൾക്ക് സെയിലാണ് റേറ്റ് അവർ ഇത്രയും റേറ്റ് കുറവ് പറയുന്നത്. ചൈനീസ് അവള് അടുത്ത് വന്നിരിക്കുന്നത് മുദീനയുടെയാണ് വന്നിരിക്കുന്നത്. മുദീന നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് ബേഡുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലിൽ പെയർ റേറ്റ് അവർ 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബർപ്പൻ ഹിപ്പി. അപ്പോൾ നിങ്ങൾ പ്രാവുകളൊക്കെ കാണാൻ ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ട്. 33ഓളം ബേഡുകൾ ബൾക്ക് സെയിൽ. പെയറിന് 500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫേസുകളുണ്ട്. അത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള ഷോർട്ട് ഫേസുകളുണ്ട്. ചൈനീസ് ഔളുകളുണ്ട്. അതേപോലെ ബെൽജിയം ഫാൻറ്റയിലുകളുണ്ട്. ഇതൊക്കെ നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പുകളിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റോ സെയിലിനായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല ലാഭമായിരിക്കും. ബൾക്കായിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി പ്രാവുകൾ നല്ല റേറ്റ് പീസ് റേറ്റ് 250 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. എങ്ങനെ എടുത്താലും നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരമാണ്, കിളിമാനൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബേഡുകൾ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. നമ്മൾ ഇതേപോലെ സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ 500 രൂപയാണ് ഈ അഡൽട്ട് ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാബിൻ്റെ അഡൽട്ട് ഫീമെയിൽ. അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് ആവാറായിട്ടുണ്ടാവും. ഒരു 3 മാസമായി ഹീറ്റ് കഴിഞ്ഞിട്ട്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അർജൻറ്റ് സെയിലാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പറവയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പറവ ബ്രീഡിംഗ് പെയർ. ഒരു 4 പെയറാണ് നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ജോഡി ഒറിജിനൽ പറവ ബ്രീഡിംഗ് പെയർ, അതേപോലെ തന്നെ മുഗി ബ്രീഡിംഗ് പെയർ, പറവ മിക്സിൻ്റെ 2 ബ്രീഡിംഗ് പെയർ.
മൊത്തം 4 പെയർ കൂടി 2500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അർജന്റ് സെയിലാണ്. എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി മുഗിയുടെ ആൽമണ്ട് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മുഗിയാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2500 രൂപയ്ക്ക് 4 പെയർ നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത്. അർജന്റ് സെയിലാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് നല്ല അടിപൊളി പറവയാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ആൽമണ്ട് കളർ മുഗിയുടെ ഒരു ബ്രീഡിംഗ് പെയർ. എല്ലാതും ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് പറവ മിക്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 4 ബ്രീഡിംഗ് പെയറുകൾ കൂടി 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്കൊരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലും വന്നിട്ടുണ്ട് സെയിലിനായിട്ട്. അർജൻറ്റ് സെയിലുകളാണ് ഈ പ്രാവുകളും അതേപോലെ ജർമ്മൻ ഷെപ്പേർഡും. ഇത് വന്നിരിക്കുന്നത് അടുത്തത് പറവ മിക്സിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 9 മാസം പ്രായമായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ. ഇതിന് ചോദിക്കുന്നത് 10500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 9 മാസമായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ ഇട്ടാൽ അപ്പോൾ അഡൽട്ട് ഫീമെയിൽ സെമി അഡൽട്ട് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിലിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ്. 10500 അവർ ചോദിക്കുന്നുള്ളൂ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരു കൊനൂറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ള ഒരു കൊനൂറിൻ്റെ മെയിൽ അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 8000 രൂപയാണ്. 8000 ആണ് അവർ ചോദിക്കുന്നുള്ളൂ. 2 വയസ്സ് പ്രായമുള്ള ഈ അഡൽട്ട് മെയിലിന് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഡൽട്ട് കൊനൂറിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കൊനൂറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലിറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ലിറ്ററിൻ്റെ ഇറങ്ങിയിട്ടുള്ള സമയത്തുള്ള ഫോട്ടോയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിറ്റർ കൺഫേം ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മലപ്പുറം മേലാറ്റൂർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്തൗട്ടാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCI. ഫസ്റ്റ് ലിറ്ററിൽ 7 പപ്പീസ് ഉണ്ടായതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.